അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ കഴുകി അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിക്കാനിട്ടിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ട് വരട്ടെ. ഒരുപാട് വേവിയല്ല, നമുക്കൊന്ന് അരച്ചെടുക്കാൻ പാകത്തിലുള്ളൊരു വേവിൽ ആവട്ടെ. ഇതിപ്പോൾ ഒന്നിങ്ങനെ വേവിക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും. പിന്നെ പറഞ്ഞാൽ എന്താണ് ഇതിൽ നമുക്കത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതും കൂടിയാണ്, ടിപ്പും കൂടിയാണ് ഇത്. പിന്നെ ഇത്തിരി പച്ച ചൊയൊക്കെ മാറിക്കിട്ടും. ഇതിൻ്റെ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ഇതിൻ്റെ ക്യാരറ്റിൻ്റെ പച്ച ചൊയ ഇഷ്ടപ്പെടില്ല, അത് മാറിക്കിട്ടും. പിന്നെ കുറച്ച് വിറ്റാമിൻസൊക്കെ കമ്മിയാവും, കാരണം ഇത് വെള്ളത്തിൽ തിളച്ചിട്ടാൽ വെള്ളം പോവുകയല്ലേ. നല്ല വിറ്റാമിൻസ് വേണമെന്നുള്ള ആൾക്കാർ ഇത് തിളപ്പിക്കുകയേ വേണ്ട, വെറുതെ അടിച്ചിട്ട് തന്നെ കൊടുക്കുക. വെള്ളം ഊറ്റിയിട്ട് തണുത്ത് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ട് വരട്ടെ. നമ്മളത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ പാലും ഇതും കൂടി ഇട്ടിട്ട് അടിക്കാം. നമുക്ക് 2 അണ്ടിപ്പരിപ്പ് അതിൻ്റെ കൂടെ ഇട്ടിട്ട് അടിക്കാം. അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് അടിക്കാം. തൊലിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അതിൽ കൂടെ ഇടാം. അതൊന്ന് ചൂടാറിയ ശേഷം അതിൽ കൂടെ ഇട്ടിട്ട് അരക്കാം. ബദാം ഉണ്ടെങ്കിൽ ബദാം ഇട്ട് അരയ്ക്കുന്ന നല്ല ടേസ്റ്റ് കിട്ടും. ബദാം ഉണ്ട്, പക്ഷേ വെള്ളത്തിലിടാറുണ്ട്. നമുക്കിനി ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് ആദ്യം അത് അരക്കാം. എന്നിട്ട് ശേഷം ബാക്കിയൊക്കെ ചേർത്ത് അതും ഈ അണ്ടിപ്പരിപ്പില്ലേ അതും ഇട്ടിട്ട് നമുക്ക് അരക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് ഇത് പണിക്കാരുള്ളതുകൊണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ട് വേണം. വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇത്തിരി പാലും ഇതും കൂടിയിട്ട് ഒഴിക്കാം. കട്ടിപ്പാലാണ്. പാല് കാച്ചിട്ട് ഇതിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 തുള്ളി ബദാം എസൻസ്. സൂപ്പറായിട്ടുണ്ടേ, നന്നായിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.